അസ്സലാമു അലൈക്കും. താലിമികളും മറ്റു മോമിനിങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ യസീദ് ബിൻ സമുറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഇന്ന ലി ജഹന്നമ ജിബായ, തീർച്ചയായും നരകത്തിന് മുറ്റങ്ങളുണ്ട്, കരകളുണ്ട്. യഅനി മവാദിയ ക സാഹിലിൽ ബഹരി, കടലിന്റെ കരണ്ടല്ലോ, അതേമാതിരി എന്തുണ്ട്, നരകത്തിന് മുറ്റങ്ങളുണ്ട്, സൈഡുകളുണ്ട്. പിന്നെ നടന്നു പോവാനും എല്ലാത്തിനും പറ്റുന്ന എന്തുണ്ട്, പിന്നെ ഒഴിവ് സ്ഥലങ്ങൾ. അവിടെ ഉള്ള സാധനം തന്നറിയോ, ഫിയാ ഹയ്യാത്തും വഖാരിബൂ, നരകത്തിന്റെ മുറ്റത്തുള്ളത്, പുറം മുറ്റത്തുള്ളത് പാമ്പുകളാണ്, തേളുകളാണ്. കൽബഹാത്തി കൽബിഗാലി, ഗോവർ കഴുതന്റെ അത്ര വലിപ്പമുള്ള തേളുകള്, വലിയതാ ഒട്ടകത്തിന്റെ മാതിരിയുള്ള പാമ്പുകള്, അതാണ് ആ മുറ്റത്തുള്ളത്. അങ്ങനെ ഫൈദസ്തഗാസ അഹ്ലു ജഹന്നമ, നരകക്കാര് അള്ളാഹുവിനോട് സഹായം ചോദിക്കും. യുഖഫിഫ അൻഹും, അവർക്ക് അള്ളാഹുവിന്റെ അദാബ് ശിക്ഷ എളുപ്പമാക്കി കൊടുക്കാൻ, കുറച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അള്ളാഹു തആല ഖീലലും, അവരോട് പറയപ്പെടും, ഉഖ്റുജൂ മിനസ് സാഹിലി, അങ്ങ് കുറക്കണോ, നിങ്ങൾ നരകത്തുനിന്ന് പുറത്തൊന്ന് പോയി നോക്കിന്നറിയും. കുറച്ച് ഒഴിവുണ്ടാകല്ലോ, ഒരു മുറ്റം. അങ്ങനെ യഖ്റുജൂന, അവർ നരകത്തുനിന്ന് പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ട് മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഫതഖുദുൽ ഹയ്യാതു ബിസഫാഹിം വവുജൂഹിം വമാ ശാ അല്ലാഹു തആല മിൻഹും, പാമ്പുകൾ വന്ന് ഇവരെ ചിറികളും ഇവരെ ചുണ്ടുകളും ഇവരെ മുഖത്തും പാമ്പുകൾ കൊത്തുകയാണ്. അതേ പ്രകാരത്തിൽ തന്നെ തേളുകൾ വന്ന് ഈ ശരീരത്തിന് കടിക്കുകയാണ്. അങ്ങനെ അവരുടെ എല്ലുകളൊക്കെ മുറിഞ്ഞു പോകും. അങ്ങനെ അവർ അല്ലാഹുവിനോട് വീണ്ടും സഹായം ചോദിക്കുന്നു, നരകത്തിലേക്ക് തന്നെ ഓടിപ്പോകാൻ. ഇവിടെ കഴിയൂല, നരകത്തിൽ കഴിയാറ്റ് അങ്ങോട്ട് വന്നത്, ഇവിടെ അത്രയും കഴിയൂല, കാണാനും അത് സഹിക്കാനും കഴിയില്ല പഠിച്ചോനെ എന്ന് അള്ളാഹുവിനോട് അവർ വെച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചൊറി കൊടുക്കും ശരീരത്തിന്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ശരീരത്തിൽ ചൊറിയുകയാണ്. അതും ഏതുവരെ മാന്തും എന്നറിയോ, എല്ല് വെളിവാകുന്നവരെ, ഇറച്ചി മുഴുവനും മാന്തിക്കീറും അവര്. ഫയുഖാല്, പറയപ്പെടും, യാ ഫുലാൻ ഹൽ യുരീക ഹാദാ, അവരോട് ചോദിക്കപ്പെടും, അല്ല മനുഷ്യ, ഈ ചൊറി എനിക്ക് ഉപദ്രവമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലു നഅം, അവൻ പറയും, അതേ, ബുദ്ധിമുട്ടില്ലാതെ ചൊറിഞ്ഞിട്ട് ഞാൻ എല്ല് വരെ കാണുന്ന രീതിയിൽ ചൊറി നിൽക്കുന്നില്ലല്ലോ. ഫയഖാലു, അപ്പൊ പറയപ്പെടും, ദാലിക ബിമാ കുൻത തൂദിൽ മുഅ്മിന, നിനക്ക് ഈ ചൊറി തന്നതുണ്ടല്ലോ, നീ ഭൂലോകത്ത് ജീവിച്ച കാലം അത്രയും മറ്റ് മോമിനീങ്ങളെ ഉപദ്രവിച്ചവരല്ലേ. കണ്ടോ, അപ്പൊ മറ്റ് മോമിനീങ്ങളെ നമ്മൾ ഉപദ്രവിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലോ അതിന്റെ പകരം ഗുണോ ഇതാണ് നമ്മൾ മനസ്സിലാക്കാം. അല്ലാഹുവേ കാക്കണേ റഹ്മാനെ. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, വറുവിയ അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ, അന്നഹു ഖാൽ കഫാ ബിൽ മുഅ്മിനി, ഉമർ ഖത്താബ് പറയാണ്, മുഅ്മിന മനുഷ്യന് മതി, മിനൽ ബഗി, അക്രമത്താൽ, സലാസൻ, മൂന്ന് അക്രമം ഒരു മനുഷ്യനുണ്ടായാൽ പിന്നെ ഓന് വേറൊന്നും വേണ്ടതില്ല. ഒന്നേതാ, യഈബു അലന്നാസി ബിമാ യഅതി ബിഹി, അവനവൻ ചെയ്യുന്ന കുറ്റം മറ്റുള്ള ആളുകളെ മേൽ കുറ്റം പറയുക, അവനാൻ ചെയ്യുന്നുണ്ടത്, അത് മറ്റുള്ളവരെ ഏറ്റി പറയാം. വയുബ്സിറു മിൻ ഉയൂബിഹിം മാ ലാ യുബ്സിറു മിൻ ഉയൂബി നഫ്സി, സ്വയം ശരീരത്തിന്റെ കുറ്റം കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറ്റം കാണുക. 2. 3. വയൂദി ജലീസഹു ഫീമാ ലാ യഅനി, അവനവന്റെ കൂടെ താമസിക്കുന്നവര്, അവനവന്റെ അയൽവാസികൾ, അവനവന്റെ കുടുംബക്കാർ, അവനുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഉപദ്രവിക്കുക. കണ്ടോ, ഓൻ ചെയ്യാത്ത കുറ്റ, ഓൻ കരുതാത്തത്. ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ യുനാദി മുനാദിൻ മിൻ താത്തിൽ അർശി യൗമൽ ഖിയാമ, അന്ത്യനാളിലെ അർശിന്റെ ചോട്ടുന്നു ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ ഉമ്മത മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, മാ കാന ലീ ഖിബലകും ഫഖദ് വഹബതുഹു ലക്കും, എന്ന് വെച്ചറിയാം, നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടതും നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തമ്മ ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടു ഒഴിവ് കൈ വെക്കാം, ഞാൻ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ പൊയ്ക്കോളി, സ്വർഗത്ത് പൊയ്ക്കോളി. പക്ഷേ
وبقيت التبعات فتباهبوها وادخلوا الجنة برحمتي. നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന കൊടുക്കൊണ്ടു അത് നിങ്ങൾ കഴിച്ചു കൂട്ടാം, അത് ഞാനില്ല. അത് നിങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയി ചെയ്താൽ നിങ്ങളുടെ റഹ്മത്തുണ്ട് സ്വർഗത്തിൽ കടന്നുകൊള്ളിയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടികൾ തമ്മിൽ ചെയ്യുന്ന ളുൽമ് സൃഷ്ടികൾ തന്നെ അവിടെ പരിഹരിക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുതല ഒഴിഞ്ഞാളും, അള്ളാഹുതല അവിടെ ഉണ്ടാവില്ല, ഒഴിഞ്ഞാളും തന്നെ ഒഴിഞ്ഞു നിൽക്കും അള്ളാഹുതല. അത് നിങ്ങളായിക്കോളുക എന്ന് പറയും. അപ്പൊ നമ്മൾ കുടുങ്ങും, നമ്മളെ എതിർകക്ഷി നമുക്ക് വിട്ടു തന്നില്ലെങ്കിൽ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇടപാടുകൾ വെച്ചുകൊണ്ട് മരിക്കാതെ ഇവിടുന്നെല്ലാം റെഡിയായി റാഹത്താൽ ജീവിതത്തിൽ ജീവിച്ച് മരിച്ചു പോകണമെന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.